ഓർമ്മയുണ്ടോ എന്നെ? മറക്കാൻ പറ്റില്ലല്ലോ. പകരം വീട്ടുകയാണല്ലേ? ഞാനോ? ഞാൻ തോറ്റുപോയ ഒരാളല്ലേ സർ. ജീവിതത്തിന്റെ പുറംപോക്കിൽ കഴിയുന്നവൾ. ജയിച്ച് മലമുകളിൽ നിൽക്കുന്ന സാറിനോട് ഞാനെങ്ങനെ പകരം വീട്ടാനാ? പിന്നെന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ അർത്ഥം? ഒന്നും അറിയില്ലേ? സാറ് ഉദ്ദേശിച്ചെന്നാന്ന് എനിക്കറിയില്ല. അത് പണ്ടും മനസ്സിലാവാറുണ്ടായിരുന്നില്ലല്ലോ. നിരഞ്ജനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഞാനൊരു ഡോക്ടറാ, നിരഞ്ജനും ഡോക്ടറാ. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പിന്നെ എന്തിനെ കുറിച്ച് പഠിപ്പിക്കണ്ടേ? വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ പിരിക്കരുതെന്ന് കരഞ്ഞു വന്ന് അപേക്ഷിച്ച് ആ പഴയ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി മാലിനെക്കുറിച്ച് പഠിപ്പിക്കട്ടെ? ആത്മബന്ധത്തിന്റെയും കടപ്പാടിന്റെയും വിലയായി സ്വന്തം ജീവിതം തന്നെ മകൾക്ക് വേണ്ടി പകരം വാങ്ങിയ ക്രൂരനായ സ്വാർത്ഥനായ ജയശങ്കർ എന്ന അച്ഛനെക്കുറിച്ച് പഠിപ്പിക്കട്ടെ? മറന്നുപോയെങ്കിൽ എല്ലാം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം സർ. എനിക്കതൊന്നും കേൾക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. സാറിനത് കഥകളാ, എനിക്കങ്ങനെയല്ല. എന്റെ മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. പോയിക്കോളൂ, ഏതറ്റം വരെയും പോയിക്കോളൂ. ഞാൻ ഒരിടത്തും ശല്യം ചെയ്യാൻ വരില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. രോഗം ദൈവം ഭേദമാക്കുന്നു, അതിനുള്ള കൂലി ഡോക്ടർ വാങ്ങുന്നു. സാറും കേട്ട് കാണുമല്ലോ. ദൈവമാണ് സർ എല്ലാം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന നിരഞ്ജനെ തട്ടിയെടുത്ത് എന്റെ മുൻപിൽ കൂടെ വിജയെ പോലെ പോകുമ്പോ സർ ഓർത്തിരുന്നോ? വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ അതേ നിരഞ്ജന് വേണ്ടി യാചിക്കാൻ എന്റെ മുന്നിൽ വരേണ്ടി വരുമെന്ന്. അതാണ് സർ കാലത്തിന്റെ കാവ്യനീതി. പകരത്തിന് പകരം. ഞാനല്ല, കാലമാ സാറിനോട് പകരം ചോദിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ ആരുടെയും ജീവിതം തകർക്കുന്നില്ല. അതിന് ഞാൻ ഡോക്ടർ ജയശങ്കർ അല്ല. ആ സർ, ഡ്യൂട്ടി ടൈമാ ഇപ്പോൾ. പേഴ്സണൽ കാര്യം സംസാരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണമെന്നില്ല. എനിക്ക് ആവശ്യമുണ്ട്. രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകും. അത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ സർ? ഇത് പഴയ മെഡിക്കൽ കോളേജ് അല്ല. ഞാൻ പുറത്തുണ്ടാവും.